വിശദമായ വാർത്തകൾ നോക്കാം. മറുനാട്ടിലെ മകരജ്യോതി മഹോത്സവത്തിന് ദർശന പുണ്യം തേടിയെത്തിയത് ആയിരക്കണക്കിന് ഭക്തർ. അബുദാബി ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് തലസ്ഥാന നഗരിയിൽ മകരജ്യോതി മഹോത്സവം സംഘടിപ്പിച്ചത്. അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ അങ്കണത്തിൽ നടന്ന മകരജ്യോതി മഹോത്സവത്തിലും അയ്യപ്പ പൂജയിലും ഒട്ടനവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. പ്രത്യേകം തയ്യാറാക്കിയ ടെന്റിൽ ശബരിമലയുടെ ചെറുരൂപം ഒരുക്കിയായിരുന്നു ഉത്സവം. രാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ നട തുറന്നു. വിവിധ പൂജകൾക്ക് ശേഷം ഹരിവരാസനം പാടി നടയടച്ചതോടെ ഉത്സവത്തിന് സമാപനമായി. ശബരിമല മുൻ മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബാബ്സ് ഹിന്ദു മന്ദിറിലെ 7 പ്രതിഷ്ഠകളിലൊന്ന് സ്വാമി അയ്യപ്പനാണ്. ക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ ക്ഷേത്രസന്നിധിയിൽ മകരജ്യോതി മഹോത്സവം സംഘടിപ്പിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് UAE-യിലെ വിശ്വാസികൾ. സ്വാമിയെ ശരണമയ്യപ്പ. ഇന്ന് 2023 ജനുവരി 14 തീയതി ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ, അതായത് നമ്മുടെ UAE-യിലെ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ആരാധനാലയം നടത്തി തന്ന ഭരണകർത്താക്കളുടെ ഒരു ഉദാരമതിയായ ഭരണകർത്താക്കളുടെ ഇതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ബാബ്സ് മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ 7 പ്രതിഷ്ഠയിൽ 1 പ്രതിഷ്ഠ സ്വാമി അയ്യപ്പനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷേത്രം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു മകരജ്യോതി മഹോത്സവം അബുദാബി ആധ്യാത്മിക സമിതിയുടെ കീഴിൽ നടത്തുകയാണ്. ന്യൂസ് 18 അബുദാബി. ഓണാട്ടുകരയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതിക്കൊണ്ട് ദുബായ് ചെട്ടികുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 13ാമത് ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. 2 ദിവസങ്ങളിലായി അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് പരിപാടി അരങ്ങേറിയത്. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സമിതിയുടെ പ്രഥമ സേവാ പുരസ്കാരം ചലച്ചിത്രതാരം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു. ചെട്ടികുളങ്ങര ഭരണി മഹോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായ കുത്തിയോട്ടപ്പാട്ട്, ചുവട്, മകരസംക്രമ സന്ധ്യ, അയ്യപ്പഭജന തുടങ്ങിയവയാണ് അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്നത്. 2 ദിവസങ്ങളിലായി വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട കുത്തിയോട്ടത്തിന്റെ പാട്ടും ചുവടുകളുമായി അവർ അമ്മയ്ക്ക് മുന്നിൽ ആത്മസമർപ്പണം ചെയ്തു. ചെട്ടികുളങ്ങര മീനഭരണിയോടനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ചയും ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. നമ്മൾ കഴിഞ്ഞ 12 വർഷത്തോടെ നടത്തുന്ന ഉത്സവമാണ്. ഇത് 13ാം വർഷമാണ്. എല്ലാ വർഷവും 2000 പേരാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു 10,000-ന് മുകളിൽ ആളുകളാണ് നമുക്കിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ പ്രാവശ്യം 13 കരകളുടെ കെട്ടുകാഴ്ചകൾ നാട്ടിലത്തെ കുംഭഭരണി നാളിൽ ക്ഷേത്രത്തിൽ പോയി കണ്ട് ശീലമുള്ളവർക്കും ഇത് കണ്ട് ഇനി നാട്ടിലെ കുംഭഭരണി നാളിൽ പോകാനുള്ള ആഗ്രഹം കൂടുതലുള്ള ആളുകൾക്ക് എന്നുവെച്ചാൽ അത്രത്തോളം ആ ഒരു നാട്ടിൻ്റെ തനിമ ഒട്ടും വിട്ടുപോകാത്ത രീതിയിൽ ഹൈറ്റ് മാത്രം വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കെട്ടുകാഴ്ചകൾ 13 കരകളുടെ അണിനിരത്തിയിരിക്കുന്നത്. ഭരണി മഹോത്സവത്തിൽ രുചിപ്പെരുമ കേട്ട കഞ്ഞിയും അസ്ത്രവും മുതിരപ്പുഴുക്കും മറ്റനേകം വിഭവങ്ങളും ഇത്തവണ ഭക്തർക്കായി വിളമ്പി. 10,000-കണക്കിന് ഭക്തജനങ്ങൾ ചെട്ടികുളങ്ങര അമ്മയുടെ ഇഷ്ടവഴിപാടായ പ്രത്യേകം തയ്യാറാക്കിയ കഞ്ഞിസദ്യയും കഴിച്ചാണ് മടങ്ങിയത്. ന്യൂസ് 18 ദുബായ്. പ്രവാസി സേവാ സമിതിയുടെ UAE ചാപ്റ്ററിന്റെ പ്രഥമ മാധ്യമ പുരസ്കാരം ന്യൂസ് 18 കേരള ന്യൂസ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രന്. അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ സുരേഷ് ഗോപി അവാർഡ് സമ്മാനിച്ചു. ഇവിടേക്ക് അനേക കാലങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ന്യൂസ് 8-ൽ എഡിറ്റോറിയൽ ചീഫായി ഏകദേശം 22 വർഷത്തിൽ കൂടുതലായി ടെലിവിഷനിൽ ഇവിടെ തുടങ്ങി. സൂര്യ, ദൂരദർശൻ, കൈരളി, ഏഷ്യാനെറ്റ് ഇവിടേക്ക് അനേക കാലങ്ങൾ ജോലി ചെയ്തിട്ട് ഇപ്പോൾ ന്യൂസ് 8-ൽ എഡിറ്റോറിയൽ ചീഫായി ഏകദേശം 22 വർഷത്തിൽ കൂടുതലായി സേവനമനുഷ്ഠിക്കുന്നു. സ്ട്രോബെറി കൃഷിയിൽ വൈവിധ്യം പരീക്ഷിക്കുകയാണ് സൗദി അറേബ്യയിലെ അൽ ഖസീം പ്രവിശ്യയിലെ കർഷകർ. കാർഷിക വിളകളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കിയതോടെയാണ് ബെറി ഇനത്തിൽപ്പെട്ട കൃഷി ആരംഭിച്ചത്. കാർഷിക വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാൻ കൃഷിക്കാർക്ക് നിരവധി പദ്ധതികളാണ് സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ആകർഷകരായ കർഷകരാണ് അൽ ഖസീമിലെ കാർഷിക ഗ്രാമമായ ബുറൈദയിൽ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും കൃഷി ചെയ്യുന്നത്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത വിത്ത് ഉപയോഗിച്ച്
കൃഷി ചെയ്യുന്ന സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും സമൃദ്ധമായി വളരുന്നുണ്ട്. പ്രത്യേകമായി തയ്യാറാക്കിയ ഗ്രോ ബാഗുകളിലും ബോക്സുകളിലും സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. സ്ട്രോബെറി വിളവെടുക്കുന്ന സമയമാണ് ഇപ്പോൾ. തോട്ടം സന്ദർശിക്കാൻ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 റിയാദ്. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക് കാണാം. UAE ദിർഹം 22 രൂപ 13 പൈസ, സൗദി റിയാൽ 21 രൂപ 67 പൈസ, കുവൈറ്റ് ദിനാർ 265 രൂപ 35 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 32 പൈസ, ഒമാനി റിയാൽ 211 രൂപ 11 പൈസ, ബഹ്റൈനി ദിനാർ 216 രൂപ 16 പൈസ. മറ്റു വാർത്തകൾ നോക്കാം. കാര്യവട്ടത്ത് ചരിത്രമെഴുതി ഇന്ത്യ. തിരുവനന്തപുരം കാര്യവട്ടം ഏകദിനത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് കൂറ്റൻ ജയം. 317 റൺസിനാണ് ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത്. 73 റൺസ് എടുക്കുന്നതിനിടെ ശ്രീലങ്കൻ താരങ്ങളെല്ലാം പുറത്തായി. 3 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര തൂത്തുവാരി. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ലോക റെക്കോർഡ് ഇന്ത്യ മറികടന്നു. നന്ദകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഒരു ചരിത്ര വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ തിരുവനന്തപുരം കാര്യവട്ടം എന്ന സ്റ്റേഡിയവും ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 290 റൺസ് ആയിരുന്നു ഇതിനു മുമ്പ് ലോക റെക്കോർഡ്, അതായത് ഏറ്റവും വലിയ മാർജിനിൽ ജയിക്കുക. അത് ന്യൂസിലൻഡിന്റെ പേരിലായിരുന്നു. പക്ഷേ അത് തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇന്ത്യ 317 റൺസിന് ശ്രീലങ്കയെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുന്നത് കാണികളുടെ ഒരു ആവേശം തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളി മത്സരമായിരുന്നു. ഈ ഒരു മത്സരം നമ്മൾ ആദ്യം വന്നപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഒരു ആവേശം കുറഞ്ഞ രീതിയിലേക്ക് പോകുന്നു. പിന്നെ ആദ്യ സെഞ്ചുറി അടിക്കുന്നു, രണ്ടാം സെഞ്ചുറി വിരാട് കോഹ്ലി അടിക്കുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ കണ്ടത് ഒരു ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. എങ്ങനെയാണ് ഒരു കാണികൾ എന്ന രീതിയിൽ ആ ഒരു മത്സരത്തെ നോക്കിക്കണ്ടത്? മാച്ചായിരുന്നു. വിരാട് കോഹ്ലി അടിപൊളിയായിരുന്നു. ഞങ്ങൾ കോഹ്ലിനെ കാണാനാണ് മെയിനായിട്ട് വന്നത്. അതുപോലെ തന്നെ അടിപൊളി മാച്ചായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ജയിക്കുന്നത്. അതുപോലെ തന്നെ കോഹ്ലി സെഞ്ചുറി അടിച്ചു, കൈലി സെഞ്ചുറി അടിച്ചു. അതെല്ലാം കണ്ടപ്പോൾ വളരെയേറെ സന്തോഷമായി. കുറച്ചുണ്ടായിരുന്നു, ആദ്യമൊക്കെ കുറഞ്ഞിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല കാണികളായിരുന്നു. അടിപൊളിയായിരുന്നു. പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. എവിടുന്നായിരുന്നു? ഞങ്ങൾ വയനാട്ടിലാണ്. ഇതിനു വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ 2 സൂപ്പർ സെഞ്ചുറീസ് കാണാൻ പറ്റി. പിന്നെ ബാറ്റിംഗ് ട്രാക്ക് മാത്രമല്ല എന്നുള്ളത് സിറാജിന്റെ ബോളിംഗ് കൂടി നമുക്ക് മനസ്സിലാക്കാനും പറ്റി. സൂപ്പർ സ്പെല്ലായിരുന്നു സിറാജ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ഐതിഹാസികമായ ഒരു വിജയവും ഇതിൽ റണ്ണ് വരുന്നില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു ഈ പിച്ചിന്. വിക്കറ്റിന് കഴിഞ്ഞ T20 തീരെ റണ്ണ് വന്നിട്ടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി മാറ്റി കുറിച്ചുകൊണ്ട് വളരെ വളരെ നല്ലൊരു ഇന്നിങ്സും 2 ഇന്നിങ്സും നമുക്ക് കാണാൻ പറ്റി. എന്തായാലും കാര്യവട്ടത്തെ മത്സരം വലിയ ആവേശപരമായിരുന്നു എങ്കിൽ പോലും തന്നെ ടിക്കറ്റ് വിവാദം അവസാനിക്കുന്നില്ല. സമൂഹമാധ്യമങ്ങളിലെ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കാര്യവട്ടം ഏകദിനത്തിൽ ആളുകൾ കുറയാൻ കാരണമായെന്ന് KCA പ്രസിഡന്റ് JS ജോർജ് വ്യക്തമാക്കി. 6500 ടിക്കറ്റുകൾ മാത്രമാണ് ഇത്തവണ വിറ്റുപോയത്. കാണികൾ കുറഞ്ഞതിന്റെ കാരണം BCCIയെ ധരിപ്പിക്കുമെന്നും JS ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവന അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്തതാണ്. പല ഭാഗത്തുനിന്നും അതിനെപ്പറ്റി സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് മാച്ച് നടത്തുന്നതെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഒരു കമന്റ് അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു ബോഡിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചിന്തിക്കുന്നവരുണ്ടാകാം. അത് കേരള ക്രിക്കറ്റ് ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നും സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് ആണെന്നും നമ്മളുടെ ഫണ്ട് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കേരള ഒരു സെപ്പറേറ്റ് ബോഡിയാണ് നടത്തുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? അതേസമയം KCA പ്രസിഡന്റ് പ്രതികരണത്തെ തള്ളി ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി രംഗത്ത് വന്നിട്ടുണ്ട്. കായികമന്ത്രിയുടെ പ്രസ്താവന ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചില്ല എന്നാണ് KCA ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ ക്യാമ്പയിനും മറ്റു കാരണങ്ങളും കൊണ്ടാണ് ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചത്. നഷ്ടം കാണികൾക്ക് മാത്രമാണെന്നും ബിനീഷ് കോടിയേരി ന്യൂസ് 18നോട് പങ്കുവച്ചു.
സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകളുടെ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ശരിക്ക് നടക്കുകയാണ്. ആ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ കാരണം ഒരു വലിയൊരു നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ നെഗറ്റിവിറ്റി ശരിക്കും ഈ കളിയെ ബാധിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രസ്താവന ശരിക്കും കാണേണ്ടത് മന്ത്രി അത്തരത്തിൽ പറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സ്റ്റേഡിയം നിലനിർത്താൻ വേണ്ടി വലിയ രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആളായിരുന്നു അദ്ദേഹം. അത് ഈ സ്റ്റേഡിയം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് വന്നു. അതിനുശേഷം ക്യാബിനറ്റിലൊരു നോട്ട് അദ്ദേഹം തന്നെ പാസ്സാക്കി. കായികത്തിന് വേണ്ടി മീൻസ് സ്റ്റേഡിയങ്ങളെല്ലാം തന്നെ കായികത്തിന് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ സ്പോർട്സ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ്. പക്ഷേ അതൊരു ഈ പറയുന്ന പോലെ ചില തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് മാത്രമേ ഞങ്ങളതിൽ കാണുന്നുള്ളൂ. കാര്യവട്ടം ഏകദിനത്തിനെതിരായ ബഹിഷ്കരണ ക്യാമ്പയിൻ തള്ളി ശശി തരൂർ MP. കായികമന്ത്രി എന്തു പറഞ്ഞാലും ക്രിക്കറ്റ് പ്രേമികൾ കളി കാണാൻ എത്തണമായിരുന്നു. നഷ്ടം ക്രിക്കറ്റ് പ്രേമികൾക്ക് മാത്രമാണെന്നും ശശി തരൂർ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ്. ഒരു ബോയ്ക്കോട്ടോ ഒന്നല്ല, രണ്ട് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ബോയ്ക്കോട്ടെ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു അപകടം എന്താണ്? മന്ത്രിയും പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഈ സ്റ്റേഡിയവും ക്രിക്കറ്റ് കാണികളിനെ കുറിച്ച് ഒരു ബന്ധമില്ലാത്തൊരിതാണ്. അഥവാ നമ്മൾ വരാതിരുന്നാൽ BCCI ഇത് കണ്ടിട്ട് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാച്ച് കൊടുക്കണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പൊ മന്ത്രി എന്ത് പറഞ്ഞാലും നമ്മൾക്ക് ക്രിക്കറ്റ് താല്പര്യമുള്ള വ്യക്തികൾ വരായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കായികമന്ത്രിയുടെ പ്രസ്താവന തെറ്റെന്ന് പന്ന്യൻ രവീന്ദ്രനും ന്യൂസ് 8നോട് പ്രതികരിച്ചു. കാര്യവട്ടം ഏകദിനത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചത് നിർഭാഗ്യകരമായി പോയി. മന്ത്രിയുടെ പ്രസ്താവന മനസ്സിൽ തട്ടുന്നതാണെന്നും പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. മറ്റു വാർത്തകൾ നോക്കാം. നേപ്പാളിൽ പോഖ്രയിലുണ്ടായ വിമാനാപകടത്തിൽ 72 പേർ മരിച്ചു. മരിച്ചവരിൽ 5 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു. 68 യാത്രക്കാരും 4 ജീവനക്കാരുമായി കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പകൽ 10:33 പുറപ്പെട്ട യതി എയർലൈൻസിന്റെ ATR 72 എയർക്രാഫ്റ്റാണ് കത്തിയമർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും അപകടത്തിൽ മരിച്ചു. പോഖ്രയിലെ പഴയ വിമാനത്താവളത്തിനും പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയിലാണ് 10:55 അപകടം ഉണ്ടായത്. റെസ്ക്യൂ 53 നേപ്പാൾ പൗരന്മാർക്കൊപ്പം 5 ഇന്ത്യക്കാരും 4 റഷ്യക്കാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. 2 കൊറിയൻ പൗരന്മാരും അയർലാൻഡ്, അർജന്റീന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യാത്രക്കാരിൽ ഉൾപ്പെട്ടിരുന്നു. പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. സംഭവസ്ഥലത്തേക്ക് എത്താൻ രക്ഷാസംഘത്തിന് ഏറെ പ്രയാസം നേരിടേണ്ടി വന്നു. അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് വിമാനത്തിൽ നിന്ന് ഉയർന്ന പുക പ്രദേശത്ത് മുഴുവൻ പടർന്നു. കാലാവസ്ഥ പ്രതികൂലമായതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക അനുമാനം. സാങ്കേതിക പ്രശ്നങ്ങളും പിഴവുകളും ഉണ്ടായിട്ടുണ്ടോ എന്ന് വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. ചൈനീസ് സഹായത്തോടെ വിനോദസഞ്ചാര കേന്ദ്രമായ പോഖ്രയിൽ നിർമ്മിച്ച പുതിയ വിമാനത്താവളം 15 ദിവസം മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 30 വർഷത്തിൽ 27 ഗുരുതര വിമാന അപകടങ്ങളാണ് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ അപകടത്തിൽ 4 ഇന്ത്യക്കാരുൾപ്പെടെ 22 പേർ മരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. പത്തനംതിട്ടയിൽ സംസ്കാര ചടങ്ങിനെത്തി തിരിച്ചുപോയവരാണ് നേപ്പാളിലെ വിമാനാപകടത്തിൽ മരിച്ചവരിൽ 3 പേർ. രാജു ഠക്കൂരി, റബിൻ ഹമാൽ, അനിൽ ഷാഹി എന്നിവരാണ് മരിച്ചത്. നേപ്പാളിൽ സുവിശേഷകനായിരുന്ന ആനിക്കാട് നൂറോൻമാവ് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങിന് വെള്ളിയാഴ്ചയാണ് 5 അംഗ സംഘം എത്തിയത്. ഇതിൽ 2 പേർ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയിരുന്നു. ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി. കൊച്ചിയിൽ നടന്ന വിശ്വാസ പ്രഖ്യാപന റാലിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. അൾത്താരാമുഖ കുർബാന നടത്തണമെന്ന സിനഡിന്റെ തീരുമാനം ലംഘിക്കുമെന്നും അതിരൂപത സംരക്ഷണ സമിതി അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് സമ്മേളനത്തിന് തൊട്ടുപുറകെയാണ് അതിരൂപത സംരക്ഷണ സമിതി വിശ്വാസ സംരക്ഷണ പദയാത്ര സംഘടിപ്പിച്ചത്. മറൈൻ ഡ്രൈവിൽ ചേർന്ന സമ്മേളനത്തിൽ സിനഡ് തീരുമാനങ്ങൾ ലംഘിക്കുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കി. നീതി നിഷേധിച്ചാൽ നിയമം ലംഘിക്കേണ്ടി വരുമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ തളിയിൽ പറഞ്ഞു. ഈ നിയമം നീതി നിഷേധിക്കലാണ്. അതുകൊണ്ട് ഇല്ലിസിറ്റാണ് ജനാഭിമുഖ ബലിയർപ്പണ രീതി എന്ന് പ്രഖ്യാപിച്ച സിനഡിന്റെ നിയമത്തെ
നമ്മൾ ലംഘിക്കുക തന്നെ ചെയ്യും. ലംഘനത്തിലൂടെ നമ്മൾ നീതി ലഭ്യമാകുവാൻ വേണ്ടിയിട്ടുള്ളതായ നമ്മുടെ പ്രയത്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നീതി നിഷേധത്തിനെതിരെ ഉള്ള യുദ്ധത്തിൽ നിന്ന് ഒരു ശക്തിക്കും പിന്തിരിപ്പിക്കാനാകില്ലെന്ന് ബസിലിക്ക പള്ളി വികാരി മോൺസിഞ്ഞോർ ആന്റണി നരിക്കുളം പറഞ്ഞു. സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. ഈ പാപം എവിടെ കഴുകിയാലും മാറില്ല. വിശ്വാസ പ്രഖ്യാപനത്തിൽ പ്രമേയാവതരണവും നടന്നു. മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ഇനി പള്ളികളിൽ വായിക്കില്ലെന്നും പ്രമേയത്തിൽ അതിരൂപതാ സംരക്ഷണ സമിതി വിശദമാക്കി. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ കായംകുളത്ത് ഹെൽമറ്റ് ധരിക്കാത്തത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് CPM നേതാവിന്റെ ഭീഷണി. ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അഷ്കർ അമ്പലശ്ശേരിയാണ് കായംകുളം സ്റ്റേഷനിലെ SI ശ്രീകുമാറിനെ ഭീഷണിപ്പെടുത്തിയത്. നടപടിയിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നായിരുന്നു അഷ്കറിന്റെ ഭീഷണി. കഴിഞ്ഞ വെള്ളിയാഴ്ച കായംകുളത്ത് നടുറോഡിലാണ് അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിപാടിക്കായി കായംകുളത്ത് പോലീസ് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അഷ്കറിന്റെ വാഹനവും പോലീസ് തടഞ്ഞു. ഇതിനിടെ ഹെൽമറ്റ് വെക്കാത്തത് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതോടെ ഇയാൾ പ്രകോപിതനായി. തർക്കം രൂക്ഷമായതോടെ ജോലിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും പിടിച്ചുമാറ്റി. ഭീഷണി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അഷ്കർ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണവുമായി എത്തി. മന്ത്രിയുടെ പരിപാടി SI അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ആരോപണം. ഭീഷണിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തിയുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. രാജ്യത്തെ 8ാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെക്കന്ദരാബാദ് വിശാഖപട്ടണം റൂട്ടിലാണ് അതിവേഗ ട്രെയിൻ സർവീസ് നടത്തുക. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്ന് തെലങ്കാനയിലെ സെക്കന്ദരാബാദിലെത്താൻ ഇനി 7.5 മണിക്കൂർ മാത്രം മതിയാകും. പുതിയ ഇന്ത്യയുടെ കാര്യശേഷിയുടെ പ്രതീകമാണ് വന്ദേ ഭാരത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടെ ഗൾഫ് 18 പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ കാണാം.